വയനാട് പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ കേരളം വിറങ്ങലിച്ചു നിൽക്കുകയാണ്. എത്ര മനുഷ്യരാണ് അപകടത്തിൽപ്പെട്ടത് എന്നത് സംബന്ധിച്ച് ഒരു ധാരണയും നമുക്ക് ഈ നിമിഷം പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 400 വീടുകളെ ഈ ദുരന്തം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. എത്ര ആളുകൾ ഇനിയും സഹായത്തിന് അഭ്യർത്ഥിക്കുന്നുണ്ട് ആ മേഖലകളിൽ എന്നതൊക്കെ നമുക്ക് വലിയ ആശങ്കയായി നിലനിൽക്കുകയാണ്. കമൽ വിവരങ്ങളുമായി ചേരുന്നൊരു കമൽ, ഈ ദൃശ്യങ്ങൾ അതായത് കാണുന്ന ഏതൊരു മനുഷ്യർക്കും അവിടേക്ക് എത്തി അദ്ദേഹത്തെ രക്ഷിക്കാൻ തോന്നുന്ന ദൃശ്യങ്ങളാണ്. വലിയ പാറകൾ, കല്ലുകളെല്ലാം ഒലിച്ചിറങ്ങി ചെളിയുടെ കൂമ്പാരത്തിനിടയിൽ നിന്നൊരു മനുഷ്യൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രക്ഷാപ്രവർത്തനത്തിൽ 5 NDRF സംഘങ്ങൾ എത്രയും പെട്ടെന്ന് അവിടത്തേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മുണ്ടക്കയിൽ NDRFന് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് നേരത്തെ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. രക്ഷാപ്രവർത്തകർക്ക് എത്താൻ താൽക്കാലിക യാത്രാ സൗകര്യം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. കുളൂരിൽ നിന്ന് 3 ഹെലികോപ്റ്ററുകൾ പുറപ്പെട്ടിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്ന് 2 NDRF സംഘങ്ങൾ കൂടി വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ആകെ 5 NDRF സംഘങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തും എന്ന് മന്ത്രി രാജൻ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഹെലികോപ്റ്ററുകൾക്ക് അവിടേക്ക് എത്താൻ കഴിയാത്തത്ര മോശം കാലാവസ്ഥയുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. വയനാട്ടിൽ ഇന്ന് രാത്രി മുഴുവൻ ഭീതിതമായ മഴയാണ് നിന്നു പെയ്തത്. അതിനെ തുടർന്നാണ് ഈ ഉരുൾപൊട്ടലടക്കം ഉണ്ടായത്. ചൂരൽമലയിൽ എത്ര ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. നമുക്കറിയാം എവിടെ നിന്നൊക്കെയാണ് മൃതദേഹങ്ങൾ കിട്ടിയതെന്നടക്കം. മലപ്പുറത്ത് നിന്നടക്കം മൃതദേഹങ്ങൾ ഒഴുകിയെത്ത നിലയിൽ കണ്ടെത്തി എന്നൊക്കെ പറയുന്നത് എത്ര ഭീതിതമായ വാർത്തയാണ് എന്നത് പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ഒരു പ്രകൃതിക്ഷോഭത്തിന് മുഴുവൻ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും വയനാട്ടിൽ നിന്ന് നമ്മളെ തേടിയെത്തുകയാണ്. ഒരു പിഞ്ചു കുഞ്ഞടക്കം മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ട് നടുങ്ങി നിൽക്കുകയാണ് നമ്മൾ രാവിലെ മുതൽ. ഒരൊറ്റ നിമിഷം നമുക്ക് രാഘവൻ എന്നൊരു പ്രേക്ഷകൻ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹമാണ് ഈ ദൃശ്യങ്ങൾ എടുത്ത് നമുക്ക് അയച്ചു നൽകിയത്. ശ്രീ രാഘവൻ, അങ്ങേക്ക് കേൾക്കാമെങ്കിൽ ഈ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതിനകം? നമസ്കാരം. നമ്മള് വളരെ ദയനീയ അവസ്ഥയിൽ ഈ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിസ്സാര ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. NDRF സംഘം എത്തിയിട്ടുണ്ട്. അവരിപ്പോ ഏകദേശം അദ്ദേഹം ഇരിക്കുന്നിടത്ത് ഒരു 100 മീറ്റർ അടുത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും പുഴ കടക്കാൻ അവർക്ക് സാധിച്ചില്ല. അവര് വടവും മറ്റുമായിട്ട് ഇപ്പൊ അതിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയുന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തെ കാണാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി ഞങ്ങൾ നിസ്സഹായരായി നിൽക്കുകയാണ്. രാഘവൻ, നമുക്കറിയാവുന്നതാണ് ഒരു ഉരുൾപൊട്ടലുണ്ടായ മേഖല. 10-36 ജീവൻ നമുക്ക് ഇതിനകം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കല്ലും മണ്ണും ഒക്കെ മാന്തി അതിനിടയിൽ എവിടെയെങ്കിലും ഒരു ജീവൻ അവശേഷിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ ഇറങ്ങി വരാൻ ശ്രമിക്കുന്നത്. ഇതിന് തൊട്ടിപ്പുറത്തായിട്ടൊരു പുഴയുണ്ട് അല്ലേ? ഇത് ഞാനിപ്പോ നിൽക്കുന്നത് മുണ്ടക്കയിൽ നിന്നും, അതായത് 8ാം നമ്പർ എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്നും പുഴകൾ സംഗമിക്കുന്ന ഒരു സംഗമ സ്ഥലത്താണ്. ഇതിന് തൊട്ട് മുമ്പിൽ, എന്റെ നേരെ മുമ്പിൽ കാണുന്നത് മുണ്ടക്കൈ സ്കൂളാണ്. ആ സ്കൂളിന് തൊട്ടടുത്താണ് ഇദ്ദേഹം ഇപ്പോ ജീവൻ രക്ഷയ്ക്ക് വേണ്ടി കൈ ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ, നിലവിൽ അവിടെ രക്ഷാപ്രവർത്തകരുടെ വലിയ സംഘമുണ്ട് അല്ലേ? ഇപ്പൊ രക്ഷാസംഘം എത്തിയിട്ടുണ്ട്. NDRF ഒക്കെ എത്തിയിട്ടുണ്ട്. അവർക്കും ഒരു പരിധിയിൽ കൂടുതൽ സഞ്ചരിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. കിടക്കുന്ന സ്ഥലമാണോ ഇത്? അതെ, ചെളി നിറഞ്ഞു കിടക്കുകയാണ്. വെള്ളം ചില 3-4 ചാലുകളായിട്ട് വലിയ തോതിൽ കുത്തിയൊഴുകിക്കൊണ്ട് പോകുന്നു. പുഴ 5-10 ഇരട്ടിയോളം വലുതായി രൂപപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് എത്ര ദൂരമുണ്ട് ഇദ്ദേഹത്തിലേക്ക്? ഞാൻ ചോദിക്കുന്നത് ഒരു 100-150 മീറ്റർ ദൂരത്ത് നിന്ന് കണ്ടോണ്ടിരിക്കുകയാണ്. കയറെറിഞ്ഞു കൊടുക്കാനോ മറ്റുള്ള ശ്രമം അവിടെ നടക്കുന്നുണ്ടോ? ഇല്ല, കയറെറിയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ പുഴയ്ക്ക് കുറുകെ ഒരു തടി ഉരുട്ടി ഇട്ടിട്ട് അങ്ങോട്ട് കടക്കാൻ വേണ്ടി ഇവിടുത്തെ നാട്ടുകാരും NDRFന്റെ സംഘവും കൂടി എത്തിയിട്ടുണ്ട്. അവിടെ ഏതൊക്കെ 2 സ്ഥലത്ത് ഇതുപോലെ മരമിട്ട് കയറിയാൽ മാത്രമേ അങ്ങോട്ട് എത്താൻ കഴിയുള്ളൂ. അത്രയും ദുഷ്കരമായ രീതിയിലാണ് ഇരിക്കുന്നത്. ഈ സ്കൂളിന് സമീപത്ത് ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണോ ഇത്? ശ്രീ രാഘവൻ, അങ്ങ് അവിടെയുള്ള ആളാണോ? എനിക്ക് വ്യക്തമായിട്ട് അറിയണം. ഒരുപാട് കെട്ടിടങ്ങൾ, നിരവധി വീടുകള്, നിരവധി എസ്റ്റേറ്റ് ലയങ്ങള്, നമ്മളെ മുണ്ടക്കൈ സ്കൂള്, എല്ലാം, ചൂരൽമല സ്കൂള്, ഇത്തരം വലിയ ദുരന്തം, നമ്മൾ കണ്ടതിൽ വലിയ ദുരന്തം തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളൊന്നും അവിടെ ഇല്ല നിലവിൽ? ഇല്ല, നിരവധി വീടുകൾ, എന്താണ് ആളുകൾ എത്ര ഉണ്ടായിരുന്നു പോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ച് ഈ ആളുകളെല്ലാം രക്ഷപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുള്ളത്. എത്രയും പെട്ടെന്ന് മാക്സിമം ഈ രക്ഷാപ്രവർത്തനത്തിൽ എല്ലാവരും സഹകരിക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. നമ്മളിങ്ങനെ അവിടേക്ക് എത്തിപ്പെടാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. ഹെലികോപ്റ്ററുകൾക്കും പോലും വരാൻ പറ്റാത്ത സാഹചര്യം ഒക്കെയുണ്ട്. നിങ്ങൾ എത്ര പേരുണ്ട് അവിടെ ഇപ്പോൾ? ഏത് മേഖലയിലാണ് നിങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നത്?
ഇപ്പൊ ചൂരൽമല സ്കൂളിൽ നിന്ന് ഒരുപാട് ദൂരത്ത് വന്നത് അത് മുണ്ടക്കൈ സ്കൂളിനടുത്ത്. നമ്മൾ മുണ്ടക്കൈ സ്കൂളിനടുത്താണ്. ഇന്നലെയൊക്കെ റിപ്പോർട്ട് ചെയ്തതിന്റെ ഒക്കെ അടുത്ത് തന്നെയാണ്. ഇന്നലെ ഞങ്ങൾ ഇവിടെ ഉച്ചയോട് കുറച്ച് ആൾക്കാരൊക്കെ ഇവിടുന്ന് ക്യാമ്പിലേക്ക് മാറ്റുകയൊക്കെ ചെയ്തിട്ടായിരുന്നു. ഈ മുണ്ടക്കൈ സ്കൂളിന് തൊട്ടടുത്ത് തന്നെയാണല്ലോ പ്രഭവ കേന്ദ്രം. അവിടെ വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടല്ലേ? വലിയ തോതിലൊരു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പ്രഭവ കേന്ദ്രം പുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നിന്നും ഉരുൾപൊട്ടി ഇവിടെ നിരവധി വീടുകളും മറ്റ് സംവിധാനങ്ങളെല്ലാം തട്ടിയെടുത്തുകൊണ്ട് നേരെ ചൂരൽമല ടൗണ് പാലം അടക്കം തകർന്നു പോയിരിക്കുന്ന രീതിയിലാണ് ഈ വലിയ ഒരു ദുരന്തം നടന്നിട്ടുള്ളത്. അങ്ങേക്ക് നേരിട്ട് അറിയാവുന്ന പ്രദേശമാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിലുള്ളത്. അവിടെ ധാരാളം കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല നിശ്ചയമുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് സൈഡിലൂടെ അപ്പുറത്തേക്ക് കടക്കാൻ കഴിയാതെയും പുഴയുടെ സൈഡിലൂടെ എങ്ങനെയെങ്കിലും നമ്മൾ അപ്പുറത്തേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. അതിന്റെ ഭാഗമായിട്ട് ഈ ആളെ കാണാനിടയായത്. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് കടക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അതാണ് സത്യം. വീടുകളൊക്കെ ഉണ്ടായിരുന്നു ശ്രീ രാഘവൻ അവിടെ? ഉണ്ട്, നിരവധി വീടുകൾ. ഇപ്പൊ അവശേഷം ശേഷിപ്പുകൾ വളരെ ചെറിയ ശേഷിപ്പുകളെ കാണാൻ കഴിയുന്നുള്ളൂ. ശരി ശ്രീ രാഘവൻ, അങ്ങാണ് വിവരങ്ങൾ നൽകിയത്.